4-ാം അധ്യായം സൂറത്ത് നിസായിലെ 105-ാം വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. ഒരിക്കൽ അൻസ്വാരികളിൽപ്പെട്ട ത്വഅമ ബിൻ ഉബൈരിബ് തന്റെ അയൽവാസിയായ ഖതാദയുടെ പടച്ചട്ട മോഷ്ടിച്ചു. ധാന്യമാവിന്റെ ഒരു ചാക്കിലാണ് അയാൾ അത് ഒളിപ്പിച്ചത്. അന്വേഷണം വന്നപ്പോൾ ത്വഅമ ഈ ചാക്ക് ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു. ചാക്കിലെ സുഷിരത്തിലൂടെ താഴെ വീണ മാവ് പിന്തുടർന്ന് അന്വേഷകർ ജൂതന്റെ വീട്ടിലെത്തി. ത്വഅമയുടെ ഗോത്രക്കാർ അവൻ നിരപരാധിയാണെന്ന് വരുത്തിത്തീർക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കള്ളസാക്ഷ്യം പറഞ്ഞു. ജൂതനാണ് മോഷ്ടാവെന്ന് അവർ വാദിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂതനെതിരായി വിധി വരാനിരിക്കെയാണ് അള്ളാഹു സൂറത്ത് നിസായിലെ 105-ാം വചനം അവതരിപ്പിച്ചത്. തീർച്ചയായും സത്യവുമായി നാം നിനക്ക് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് അള്ളാഹു നിനക്ക് കാണിച്ചു തന്നതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ നീ തീർപ്പ് കൽപ്പിക്കുന്നതിനു വേണ്ടിയാണ്. നീ വഞ്ചകർക്ക് വേണ്ടി വാദിക്കുന്നവനാകരുത്. വഞ്ചകനായ ത്വഅമയെ പിന്താങ്ങരുതെന്നും നിരപരാധിയായ ജൂതനെ ശിക്ഷിക്കരുതെന്നും അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. പടച്ചവൻ നീതിയുടെ കൂടെയാണ്. നീ ഒറ്റപ്പെട്ടു പോയേക്കാം. നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. നീ പറയുന്നത് കേൾക്കാൻ ആരുമില്ലായിരിക്കാം. പക്ഷേ നീ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ പ്രപഞ്ചനാഥൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അവൻ അദൃശ്യമായ വഴികളിലൂടെ നിന്റെ നിരപരാധിത്വം തെളിയിക്കും. നിന്നെ ചതിക്കാൻ ശ്രമിക്കുന്നവരുടെ ഓരോ ചുവടും അവൻ കാണുന്നുണ്ട്.